ടെസ്ല എന്ന പേര് ഇന്ന് പലർക്കും ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു മൾട്ടി ബില്യണിയറിൻ്റെ കാർ കമ്പനിയുടെ പേരായിട്ടേ അറിയാവും. എന്നാൽ ഇന്ന് മനുഷ്യരാശിയുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റി നിർത്താനാകാത്ത പല സാങ്കേതിക വിദ്യയുടെയും തുടക്കക്കാരനായിട്ടുള്ള നിക്കോള ടെസ്ല എന്ന ശാസ്ത്രജ്ഞനെ എത്ര പേർക്കറിയാം? വൈദ്യുതി അയക്കാൻ വയറുകളുടെ സഹായമില്ലാത്തൊരു ലോകം. വീട്ടിലെ ബൾബ് മുതൽ എയ്റോപ്ലെയിൻ വരെ അന്തരീക്ഷത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും വൈദ്യുതി എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. എന്നാൽ 1800കളിൽ തന്നെ ഇത്തരത്തിലൊരു ലോകം സ്വപ്നം കണ്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് നിക്കോള ടെസ്ല. നിക്കോള ടെസ്ലയുടെ വയർലെസ് പവർ ട്രാൻസ്മിഷനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമസ്കാരം, സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇൻഡക്ഷൻ മോട്ടോറുകൾ, അതുപോലെ നമ്മുടെ വീടുകളിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന വൈദ്യുതി വിതരണ രീതി, ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അതുപോലെ റേഡിയോ പ്രക്ഷേപണം, ഇത്തരത്തിൽ റിമാർക്കബിൾ ആയിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും നിക്കോള ടെസ്ല നടത്തിയിട്ടുണ്ട്. എന്നാൽ നിക്കോള ടെസ്ലയ്ക്ക് ഒരു സ്വപ്ന പദ്ധതി ഉണ്ടായിരുന്നു. വയറുകളുടെ സഹായമില്ലാതെ ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് വൈദ്യുതി അയക്കുക, അതുപോലെ അന്തരീക്ഷത്തിലൂടെ വൈദ്യുതി പ്രക്ഷേപണം ചെയ്തുകൊണ്ട് വൈദ്യുത മോട്ടോറുകളിൽ വർക്ക് ചെയ്യുന്ന വിമാനങ്ങളുടെ ഒരു ലോകം. ഇത്തരത്തിലൊരു സ്വപ്നം അദ്ദേഹത്തിന് ഉണ്ടാവാൻ കാരണം ടെസ്ല കോയിൽ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു തരം ഉപകരണം കണ്ടുപിടിച്ചതിന് ശേഷമാണ്. ടെസ്ല കോയിൽ എന്ന ഡിവൈസിൻ്റെ പ്രത്യേകത, ഈ ഉപകരണത്തിന് ചുറ്റും ഉള്ള കുറച്ച് സ്പേസിൽ നമുക്ക് വൈദ്യുതി പ്രക്ഷേപണം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ഒരു ടെസ്ല കോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്തേക്ക് നമ്മളൊരു ബൾബ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ബൾബ് കത്തുക എന്നുള്ള ചില ഒബ്സർവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലൊരു നിരീക്ഷണത്തിൽ നിന്നുമാണ് ടെസ്ല കോയിലിൻ്റെ ഒരു വലിയ പതിപ്പ് ഉണ്ടാക്കുകയും അതുവഴി കുറച്ചുകൂടി ദൂരത്തേക്ക് വൈദ്യുതി പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് വരുന്നത്. അങ്ങനെ ഏകദേശം 1895 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിൽ തൻ്റെ ന്യൂയോർക്കിലെ ലബോറട്ടറിയിൽ മാഗ്നിഫയിങ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം അദ്ദേഹം ഡെവലപ്പ് ചെയ്യുകയും സംഗതി വർക്കൗട്ട് ആവുകയും ചെയ്തു. അതിനുശേഷം 1899 ഡെമോൺസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് കൊളറാഡോ സ്പ്രിങ്സ് എന്ന് പറയുന്ന തൻ്റെ പരീക്ഷണശാലയുടെ ഏകദേശം മീറ്ററുകൾ അപ്പുറത്തേക്ക് ഉള്ള വൈദ്യുത ബൾബുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മാഗ്നിഫയിങ് ട്രാൻസ്മിറ്റർ അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി. ഏതാനും മീറ്ററുകൾ അപ്പുറത്തേക്ക് വൈദ്യുതി അയക്കാൻ വേണ്ടിയല്ല അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്തത്. ലോകം മുഴുവൻ വൈദ്യുതി എത്തിക്കാനുള്ള പവറുള്ള ഒരു സംവിധാനമാവണമെങ്കിൽ അതിനനുസരിച്ച് ഫണ്ടും ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് ബിസിനസ്സുകാരായിട്ടുള്ള ഫണ്ടേഴ്സിനെ തേടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ 1900 JP മോർഗൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ ഈ ഒരു പ്രോജക്റ്റിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ടെസ്ലയോടൊപ്പം ചേരുകയും ഈ പ്രോജക്റ്റിനായിട്ടുള്ള ഫണ്ട് നൽകുകയും ചെയ്തു. അങ്ങനെ വാർഡൻ ക്ലിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ടെസ്ലയുടെ വയർലെസ് പവർ ട്രാൻസ്മിഷനായിട്ടുള്ള ആദ്യത്തെ ടവർ ഉയരുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ലളിതമായിട്ടൊന്ന് പറയാം. കറണ്ട് എവിടെ ഉണ്ടാകുന്നുണ്ടോ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഈ കറണ്ടിൻ്റെ അളവ് കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കൂടുകയും കറണ്ട് കുറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കുറയുകയും ചെയ്യും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് എപ്പോഴെങ്കിലും ഒരു കമ്പിയെ ചുറ്റി വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ആ കമ്പിക്കുള്ളിൽ വൈദ്യുതി പാസ് ചെയ്തു പോകും. അപ്പോൾ നമ്മളൊരു കണ്ടക്ടർ എടുക്കുന്നു, അതിലൂടെ വൈദ്യുതി പാസ് ചെയ്യിപ്പിക്കുന്നു. സാധാരണഗതിയിൽ വൈദ്യുതി ഒഴുകുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ വൈദ്യുതി ഒഴുകുന്നതിൽ ഒരു വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, കറണ്ട് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസപ്പെടും. അപ്പോൾ നമ്മൾ ഇതിനടുത്തേക്ക് മറ്റൊരു കണ്ടക്ടർ കൊണ്ടുവയ്ക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു കമ്പി ഈ കണ്ടക്ടറിന് തൊട്ടടുത്തായിട്ട് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ശരിക്കും ഈ പുതിയ കണ്ടക്ടർ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ കണ്ടക്ടർ ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഈ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണെന്ന് പറഞ്ഞു. ഈ ചേഞ്ച് ആകുന്ന മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ് പുതിയ കണ്ടക്ടർ അല്ലെങ്കിൽ പുതിയൊരു കമ്പി ഇരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ആകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ ഒരു കമ്പി ഇരുന്ന് കഴിഞ്ഞാൽ ആ കമ്പിക്കുള്ളിലൂടെ വൈദ്യുതി ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പിയിൽ കറണ്ട് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറാറുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കണ്ടക്ടർ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, മറ്റൊരു കമ്പി അവിടെ കൊണ്ടുവച്ചാൽ ആ പുതിയ കമ്പിയിൽ ഒരു കറണ്ട് പുതുതായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ടെസ്ല കോയിൽ നടക്കുന്നത് വളരെയധികം വേഗത്തിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു കറണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് കാരണം ചുറ്റും ഒരു പുതിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് മാറുന്നതിനനുസരിച്ച് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓസിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏത് വസ്തു കൊണ്ടുവച്ചാലും അതിനുള്ളിൽ ഒരു പുതിയ കറണ്ട് ഉണ്ടാവുകയും ആ വസ്തുവിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ടെസ്ല കോയിൽ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ അകലത്തേക്ക് വൈദ്യുതി അയക്കാൻ സാധിക്കുമെന്നുള്ളൊരു തിയറിയിലാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഇനി ഭൂമിയിലേക്ക് എങ്ങനെയാണ് വൈദ്യുതി സെൻഡ് ചെയ്യുന്നത്? ഇതുപോലെ ഒരു മെയിൻ സ്റ്റേഷൻ ആദ്യം ഉണ്ടാക്കും. മെയിൻ സ്റ്റേഷൻ ഉണ്ടാക്കിയ ശേഷം
ഭൂമിയുടെ പല ഭാഗത്തായിട്ട് സബ് സ്റ്റേഷനുകൾ അഥവാ വൈദ്യുതി സ്വീകരിക്കാനായിട്ടുള്ള സ്റ്റേഷനുകൾ നിർമ്മിക്കും. ഏകദേശം 30ഓളം സ്റ്റേഷനുകളാണ് അദ്ദേഹത്തിൻ്റെ കണക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭൂമിയിലൂടെ വൈദ്യുതി എങ്ങനെ അയക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നിക്കോള ടെസ്ല കരുതിയിരുന്നത് ഭൂമി എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കണ്ടക്ടറാണ്, അല്ലെങ്കിൽ വൈദ്യുതി പാസ് ചെയ്ത് വിടുന്ന ഒരു വസ്തുവാണെന്നാണ്. ഇവിടെ നമുക്ക് വേവ്സിൻ്റെ തരംഗങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മനസ്സിലാക്കേണ്ടതുണ്ട്. റെസണൻസ് എന്നാണ് അതിൻ്റെ പേര്. അതായത് നിങ്ങൾ ഒരു ഊഞ്ഞാലാട്ടുന്നു. ഈ ഊഞ്ഞാലാട്ടുമ്പോൾ എല്ലാ തവണയും നിങ്ങൾ ഒരേ ബലം തന്നെ ഉപയോഗിച്ച് ഊഞ്ഞാലിനെ തള്ളേണ്ട ആവശ്യമില്ല. ആദ്യ തവണ ഒരിക്കൽ നിങ്ങൾ തള്ളി വിട്ട് കഴിഞ്ഞാൽ ഈ ഊഞ്ഞാൽ പിന്നീട് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു പുഷ് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ ഊഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് ആടിക്കോളും. അപ്പോൾ ഇനി ഊഞ്ഞാലിൻ്റെ ആട്ടം അല്ലെങ്കിൽ ആക്കം കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ബലം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സമയാസമയത്ത് ബലം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താവും, ഊഞ്ഞാൽ റെഗുലറായിട്ട് ആടിക്കൊണ്ടേയിരിക്കും. നമ്മൾ കൃത്യമായ സമയത്ത് അതിനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു തരംഗമുണ്ട്, ആ തരംഗം ഉണ്ടാകുന്ന അതേ ടൈമിങ്ങിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു അളവ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഒരു തരംഗത്തിൻ്റെ അതേ ഫ്രീക്വൻസിയുള്ള മറ്റൊരു തരംഗം ഇതിനടുത്തേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ, ആ തരംഗം കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് തരംഗങ്ങളുടെയും ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ ഈ രണ്ട് തരംഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് വലിയൊരു തരംഗമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് റെസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വേവ്സിന് ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് വൈദ്യുതിക്കും ഇത്തരത്തിലൊരു പ്രത്യേകത ഉണ്ടെന്ന് നിക്കോള ടെസ്ല അസ്യൂം ചെയ്തു. അതായത് വൈദ്യുതിയും ഒരു വേവാണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിക്കോള ടെസ്ല ഇതെല്ലാം രൂപീകരിക്കുന്നത്. ഈ പറഞ്ഞ ടവർ എന്ന് പറയുന്ന ഒരു ജനറേറ്ററാണ്. അപ്പോൾ നമ്മുടെ ഈ ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈ വോൾട്ടേജ് ഉള്ള വൈദ്യുത സിഗ്നൽ നമ്മൾ ഭൂമിക്കുള്ളിലേക്ക് അയക്കുന്നു. ഈ മെയിൻ സ്റ്റേഷൻ എത്ര ഫ്രീക്വൻസിയിലാണോ വൈദ്യുത സിഗ്നൽ ഉണ്ടാക്കിയത്, അതേ ഫ്രീക്വൻസിയിൽ ചെറിയ സിഗ്നലുകൾ അല്ലെങ്കിൽ അധികം പവർ ഇല്ലാത്ത സിഗ്നലുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള മറ്റ് ഗ്രൗണ്ട് സ്റ്റേഷനുകൾ നിർമ്മിക്കുകയും ഈ ഭൂമിക്കുള്ളിൽ വെച്ച് ഈ രണ്ട് വേവുകളും ഓവർലാപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മിക്സ് ആയിക്കൊണ്ട് കൂടുതൽ ശക്തിയേറിയ സിഗ്നലുകൾ നിർമ്മിക്കാൻ സാധിക്കുകയും അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കഴിയും എന്നുള്ള ഒരു വിയേഡായിട്ടുള്ളൊരു ഐഡിയയാണ് നിക്കോള ടെസ്ല പറഞ്ഞത്. അന്തരീക്ഷത്തിലൂടെ വൈദ്യുതി അയക്കാൻ അദ്ദേഹം മറ്റൊരു മെത്തേഡും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്ല കോയിലിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് സിഗ്നലുകൾ സെൻഡ് ചെയ്യുകയും അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയർ നല്ല രീതിയിൽ വൈദ്യുതിയെ കടത്തിവിടുന്ന ഒരു ലെയറാണെന്ന് അസ്യൂം ചെയ്യുകയും ആ അന്തരീക്ഷ പാളി ഈ പറഞ്ഞ വൈദ്യുതിയെ വളരെ ദൂരത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും എന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എവിടേക്കാണ് പ്രശ്നങ്ങൾ സംഭവിച്ചതെന്നുള്ളതാണ്. നിക്കോള ടെസ്ല ഭൂമിയിലൂടെ കറണ്ട് അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു വെള്ളം നിറച്ച ഒരു ഗോളം സങ്കല്പിക്കുക. ഈ ഗോളത്തിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഒരു സിറിഞ്ച് കുത്തിക്കൊണ്ട് ഈ സിറിഞ്ചിലെ വെള്ളം നമ്മൾ പമ്പ് ചെയ്യുന്നു. ഈ ഗോളത്തിൻ്റെ പല ഭാഗത്തായിട്ട് മറ്റ് ചെറിയ ചെറിയ സിറിഞ്ചുകൾ കുത്തി നിർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സിറിഞ്ചിനെ ഞാനിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും മറ്റ് സിറിഞ്ചുകൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് പാസ്കൽ നിയമത്തിൽ പറയുന്ന പോലെ ഏതൊരു ലിക്വിഡിലും നമുക്ക് ഒരു സ്ഥലത്ത് ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ ബലം ആ ലിക്വിഡിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും സ്പ്രെഡ് ആവും എന്നുള്ള ഒരു തിയറിയാണ്. അപ്പോൾ പാസ്കൽസ് ലോയിൽ ഇതുപോലെ സിറിഞ്ചുകൾ മൂവ് ചെയ്യും എന്ന് പറയുന്ന സിമിലർ ആയിട്ടാണ് ഇദ്ദേഹം കറണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ മെയിൻ സ്റ്റേഷനുകളും സബ് സ്റ്റേഷനുകളും എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തത്. മെയിൻ സ്റ്റേഷനുകൾ ഭൂമിയിലേക്ക് ശക്തിയുള്ള വൈദ്യുതി പമ്പ് ചെയ്യുകയും റിസീവിംഗ് സ്റ്റേഷനുകൾ ഈ വൈദ്യുതി സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് അദ്ദേഹം സിമിലറായിട്ട് പറഞ്ഞത്. വെള്ളത്തിലുണ്ടാകുന്ന ഇത്തരത്തിലെ തരംഗങ്ങളെ പോലെയല്ല വൈദ്യുതി കാരണം ഉണ്ടാകുന്ന തരംഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ തരംഗങ്ങളുടെ പ്രവർത്തന രീതിയും അതിനനുസരിച്ച് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ നമുക്ക് നിക്കോള ടെസ്ല പറഞ്ഞതുപോലെ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ചാർജുകളുടെ ഒരു ഓസിലേഷൻ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, വൈദ്യുതി പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളതാണ്. കൂടാതെ ഭൂമി വളരെ നല്ല രീതിയിൽ കറണ്ടിനെ കടത്തിവിടുന്ന ഒരു വസ്തുവാണെന്നൊക്കെ നിക്കോള ടെസ്ല അസ്യൂം ചെയ്തത് ഇടിമിന്നലിൻ്റെ പ്രവർത്തനം കാരണവും അല്ലെങ്കിൽ നമ്മൾ ഒരു വൈദ്യുത സർക്യൂട്ടിനെ എർത്ത് ചെയ്യുമ്പോൾ വൈദ്യുതി ഭൂമിയിലേക്ക് ഒഴുകി പോകുന്നുണ്ട് എന്ന നിരീക്ഷണങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹം അങ്ങനെ കരുതിയത്. പക്ഷേ ഭൂമി ഒരിക്കലും ഒരു നല്ല കണ്ടക്ടർ അല്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ളത്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള വായുവും ഒരു നല്ല കണ്ടക്ടർ അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ നിക്കോള ടെസ്ല ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെയും വിശ്വാസത്തിലെടുക്കാതെയാണ് ഈ പറഞ്ഞ തിയറികൾ, തൻ്റെ സ്വന്തം തിയറികൾ ഏറ്റവും മികച്ചതാണ് അല്ലെങ്കിൽ തൻ്റെ സ്വന്തം തിയറിയാണ് ഏറ്റവും ശരിയായത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് മുമ്പോട്ട് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചുറ്റുമുള്ള ഫാക്റ്റുകളെ അവഗണിച്ചുകൊണ്ടുള്ള കണ്ടെത്തലുകളാണ് കൂടുതലും അദ്ദേഹം നടത്തിയതെന്ന് കാണാം. ഈ ടെസ്ല കോയിലിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ ഏറ്റവും നല്ല രീതിയിൽ പവർ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വൈദ്യുത പവർ കിട്ടുകയുള്ളൂ. കൂടുതൽ അകലത്തേക്ക് പോകുന്തോറും 1/6 വെച്ച് ഇതിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെയും കൂടുതൽ റേഞ്ചിലേക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് ടെസ്ല കോയിലിൻ്റെ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യുമ്പോൾ അറിയാം, കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്കും ഈ ബൾബൊക്കെ പെട്ടെന്ന് ഓഫായി പോകും. കാരണം അത്രയും സ്റ്റീപ്പായിട്ടാണ് അല്ലെങ്കിൽ അത്രയും പെട്ടെന്നാണ് ഈ പറഞ്ഞ പവർ ലോസ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം തൻ്റെ
തിയറി ഏറ്റവും നല്ലതാണ്, ഏറ്റവും ബെസ്റ്റാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയിടത്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ JP മോർഗൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറഞ്ഞ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വയർലെസ് ട്രാൻസ്മിഷൻ പ്രോഗ്രാമിലേക്ക് കൂടുതൽ ഫണ്ട് ചെയ്യുകയും അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ പൈസ ഇതിലേക്ക് പലപ്പോഴായിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയും ഒരു ടവർ നിർമ്മിക്കാൻ തന്നെ വളരെ ഭീമമായ തുക ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവസാനം ഈ പ്രോജക്റ്റ് കാര്യമായ രീതിയിൽ ഡെവലപ്പ് ആകുന്നില്ല എന്ന് കണ്ട് JP മോർഗൻ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. പിന്നീട് ഏകദേശം 1917 ആയപ്പോഴത്തേക്കും ആക്രി വിലയ്ക്ക് ഈ പറഞ്ഞ ടവർ വിൽക്കുകയും ചെയ്തു. ഇന്ന് ആ ടവർ അവിടെ ഇല്ല. JP മോർഗൻ പിന്മാറിയതോടെ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയും ടെസ്ല മറ്റ് തൻ്റെ ചെറിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇവിടെ നിക്കോള ടെസ്ലയ്ക്ക് സംഭവിച്ചത് തൻ്റെ തിയറിയിൽ അല്ലെങ്കിൽ താൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഡിസൈനിൽ അദ്ദേഹം വ്യതിചലിക്കാതെ അതിൽ തന്നെ ഊന്നിക്കൊണ്ട് പ്രവർത്തിച്ചതാണ്. ചുറ്റുമുള്ള കാര്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് സമകാലികരായിട്ടുള്ള പല ശാസ്ത്രകാരന്മാരുടെയും കണ്ടെത്തലുകളെ മുഖവിലക്കെടുത്തുകൊണ്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ ഭീമമായ ഒരു നഷ്ടം തൻ്റെ കണ്ടെത്തലിൽ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അന്ന് അദ്ദേഹം ചിന്തിച്ച അല്ലെങ്കിൽ വിഭാവനം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എൻറ്റയർലി തെറ്റാണോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വയറുകളെ പരമാവധി ഒഴിവാക്കുന്ന ടെക്നോളജിയുടെ കാലത്താണ്. അതായത് നമ്മുടെ ഫോണുകൾ ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ വയർലെസ് ചാർജറുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇലക്ട്രിക് കാറുകളെ ചാർജ് ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൽ ഒരു വയർലെസ് ചാർജർ വയ്ക്കുന്ന സംവിധാനം വരെ നമ്മളിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ആശയം ഒരിക്കലും ഒരു മോശം കാര്യമോ അല്ലെങ്കിൽ തെറ്റാനുള്ള കാര്യമോ അല്ല. അദ്ദേഹം നടത്തിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ വീണ്ടും തെറ്റിലേക്ക് നയിച്ചത്. ഇത്തരം മുൻധാരണകളോടുകൂടി പെരുമാറുന്ന രീതി ശാസ്ത്രകാരന്മാർക്ക് അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടത്തുന്ന ഇൻവെൻറ്റേഴ്സിന് ഒരിക്കലും സ്യൂട്ടബിളായ ഒന്നല്ല എന്നാണ് നിക്കോള ടെസ്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ രസകരമായിട്ടുള്ള ശാസ്ത്ര ചിന്തകളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങളുടെ മനസ്സിലുള്ള ടോപ്പിക്കുകൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.